നമസ്കാരം. ഞാൻ നിൽക്കുന്നത് പോത്തങ്കോട് അണ്ടൂർ കോണത്തിന് സമീപമായിട്ടാണ്. ഇവിടെ എൻ്റെ ബാക്കിൽ കിടന്ന ഈ ഒരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 4 BHK അടങ്ങിയിട്ടുള്ള 1200 സ്ക്വയർ ഫീറ്റ് അടങ്ങി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ കഴിയുന്ന ഈ ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. പ്രഭാസ് വഞ്ഞാറമൂടാണ്. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് അണ്ടൂർ കോണത്തിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് പോത്തങ്കോട് നിന്ന് 3.1 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ തന്നെ നമുക്ക് ടെക്നോ സിറ്റി, അതുപോലെ തന്നെ പള്ളിപ്പുറം എന്നീ സ്ഥലങ്ങളിലേക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു ടെക്നോ സിറ്റിയോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ എല്ലാം വീട് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് എന്നുകൊണ്ടും അനുയോജ്യമാണ്. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരാൻ പോത്തങ്കോട് പള്ളിപ്പുറം മെയിൻ റോഡിൽ നിന്ന് 450 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അത്രയ്ക്ക് അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വീതിയിലുള്ള റോഡാണ് കേട്ടോ. 2 വലിയ വണ്ടികൾ, ഇത് നോക്കി ആ ഒരു വണ്ടി ഒതുങ്ങി നിന്നാൽ കൂടി ഈ ഒരു സൈഡ് കൂടി വേറൊരു വലിയ വണ്ടിക്ക് കൂടി പോകാൻ കഴിയും. 2 വണ്ടിക്ക് അടിപൊളിയായിട്ട് പോകാൻ കഴിയുന്ന ഒരു വീതിയുള്ള റോഡാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിലായിട്ടുള്ള റോഡ്. അത് ഇതിൻ്റെ ഒരു വളരെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും പടിമൂല ക്ഷേത്രത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ടാണ് പടിമൂല ക്ഷേത്രം വരുന്നത്. നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കൂടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ ഈ ഒരു വീട് വാങ്ങി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വീടെന്ന് പറയുന്നത് 4 BHK ഹൗസാണ്. അടിയിൽ 2 ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂമും. കൂടാതെ തന്നെ നമുക്കിതിൻ്റെ സ്റ്റെയർ വരുന്നത് മുകളിലത്തേക്കുള്ള സ്റ്റെയർ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. അതായത് 2ാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ സെപ്പറേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ താഴത്തെ നിലയും നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ കഴിയും. കൂടാതെ തന്നെ മുകളിലത്തെ നിലയിൽ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. താഴത്തെ നില ആൾറെഡി റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾറെഡി റെൻറ്റിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് റെൻ്റ് എമൗണ്ട് വരുന്നത് 5500 രൂപ റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് ആ ഒരു ചെറിയ എമൗണ്ട് ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു 2 വീടിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ താഴ്ഭാഗത്തെയും റെൻ്റ് എമൗണ്ട് വാങ്ങാനായിട്ട് കഴിയും. നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള ഈ ഒരു റോഡ് ഈ ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പള്ളിപ്പുറം അതുപോലെ തന്നെ നമുക്ക് ടെക്നോ സിറ്റി എന്നീ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയും. കൂടാതെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമുക്ക് പോത്തങ്കോട് അതുപോലെ തന്നെ കട്ടായിക്കുളം കഴക്കൂട്ടം ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ കഴിയും. അതായത് നമുക്ക് കണിയാപുരം അതുപോലെ തന്നെ ടെക്നോ സിറ്റി എന്ന എല്ലായിടത്തേക്കും പോകാൻ വളരെയധികം അക്സസിബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഹൗസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വീതിയുള്ള ഒരു ഗേറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു കാർ പാർക്കിംഗ് ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു വണ്ടിക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ഉണ്ട്. 3.5 സെൻറ്റിലാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നു. കൂടാതെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു കിണർ വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കിണർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് വീടിൻ്റെ സൈഡുകളിലെല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയയാണ് നമുക്ക് വരുന്നത്. വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിൽ നല്ല രീതിയിലുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വീടിന് നല്ല രീതിയിലുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു തുണി കഴുകുന്നൊരു കല്ല് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. കൂടാതെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന ഒരു ഏരിയ തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്.
നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡോറ് വരുന്നത് തേക്കിൽ തീർത്തിട്ടുള്ള വുഡാണ് കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഡോറ് വരുന്നത് തേക്കിൻ്റെ വുഡാണ്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു വീടിൻ്റെ താഴത്തെ നിലയിലേക്ക് വരുമ്പോൾ 2 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ സൈഡ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം, അതായത് ഹാളിൽ നിന്ന് കയറി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത്. ഹാളിൽ നിന്ന് കയറുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള കിച്ചണിലേക്കുള്ള എൻട്രിയാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് സ്ലാബും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു പൈപ്പ്, വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നു. കൂടാതെ തന്നെ നമുക്കിവിടെ ലൈറ്റ് കളറാണ് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം പെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടുത്തെ ഫ്ലോറ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ടൈൽസ് തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നു. നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നൊരു സ്റ്റെയർ കേസാണ് ഇത് ഇവിടെ കേട്ടോ. ഇവിടെ നമുക്ക് വെളിയിൽ കൂടെയാണ് സെപ്പറേറ്റഡ് സ്റ്റെയർ കേസാണ് നമുക്കിവിടെ വരുന്നത്. അതായത് നമുക്ക് രണ്ടാമത്തെ നിലയിലേക്ക് പോകാനായിട്ട് ഒരു സെപ്പറേറ്റ് സ്റ്റെയർ കേസാണ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് രണ്ടാമത്തെ നിലയുടെ ഒരു എൻട്രി വരുന്നത്. ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഹാള് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ ഇവിടെ 2x2 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് നമുക്ക് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു റൂം ഇപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അതായത് വേറെ ഫർണിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് നമുക്ക് വാങ്ങുന്നവർക്ക് നമുക്ക് റെന്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് താമസിക്കുന്നതാണെങ്കിൽ ആ രീതിക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ 2x2 വെർട്ടിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് റൂമിന് നല്ലൊരു ഗ്രീൻ കളറാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബാത്റൂം വരുന്നത്. ഇവിടെ നമുക്ക് എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ടൈൽസും അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസുമാണ് ഇവിടെ എല്ലാം വരുന്നത്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു കിച്ചൺ ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ നമുക്ക് കിച്ചൺ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഇപ്പം താമസമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്കിവിടെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കിത് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഫർണിഷ് ചെയ്ത് മോഡിഫൈ ചെയ്തെടുക്കേണ്ടതാണ്. കൂടാതെ ഇവിടെ നമുക്കൊരു സ്ലാബ് സൈഡ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് സ്പേസും വരുന്നു.
എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കിടന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓർഡർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓർഡർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കിടന്ന നമ്പറുമായി ബന്ധപ്പെടുക.